ഒരു വലിയ 10 hour ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നൊരു ഡേ ആണ്. 10 മണിക്കൂർ നിന്ന് കഴിഞ്ഞ് വന്നാൽ തന്നെ പകുതി ജീവനും തീർന്നു. അപ്പം നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇതാ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ 2 ജങ്കും ഒരു അത്യാവശ്യമായിട്ടുള്ള പേസ്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിന്നു. ഞങ്ങൾ 2 പേരും ഭയങ്കര ബിരിയാണി ഭ്രാന്തന്മാരാണ് കേട്ടോ. ഹസ്ബൻഡ് എന്നെ കെട്ടുന്നത് വരെ ഇത്രയും ബിരിയാണി ക്രേസ് ഉണ്ടായിരുന്നില്ല എന്നാട്ടോ പറഞ്ഞത്. എന്നെ കെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അത് പൂർണ്ണമായി. എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും മതിയാവാത്തൊരു ജന്മമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉമ്മയുടെ കൂടെ എല്ലാ കല്യാണത്തിനും ഞാൻ പോവും. എന്തിനാ? വെറും ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം. അന്ന് ഉമ്മ എന്നിട്ട് തമാശക്ക് പറയായിരുന്നു, ബിരിയാണി വെക്കുന്ന ഭണ്ടാരിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം നിന്നെന്ന്. ഇപ്പോഴും അത് ഓർത്ത് ചിരിക്കാറുണ്ട് അവര്. കെട്ടി വന്നപ്പോഴാണെങ്കിലോ നല്ല സൂപ്പർ ഒരു ബിരിയാണി ഷെഫിനെയും കിട്ടി. മസാല ഫുൾ സെറ്റാക്കുന്നത് ഹസ്ബൻഡ് ആണെങ്കിലും ചോറിന്റെ കാര്യങ്ങൾ ഫുൾ നോക്കുന്നത് ഞാനാണേ. ഞങ്ങൾക്ക് ഉണ്ടാക്കി ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കണതും അത് തന്നെയാണ്. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മട്ടൻ ബിരിയാണി ആട്ടോ. ഇതിപ്പോൾ വീഡിയോ കണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് പിന്നെയും കൊതിയാവുണ്ട് ആ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കാര്യമല്ലേ. പക്ഷെ വളരെ സൂപ്പറായിരുന്നു കേട്ടോ ഈ ബിരിയാണി. സ്വന്തം ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല, നല്ല സൂപ്പർ കുക്കാണ്. അങ്ങനെ അത് വയറ് നിറയെ തട്ടിവിട്ടു. ഇത്രയും തിന്നാൽ പിന്നെ എന്താ അടുത്തെന്ന് അറിയാലോ, ഒരു ഗംഭീരമായ ഉറക്കം. അപ്പോൾ ഗുഡ് നൈറ്റ്.